Joel bro, welcome again. Drive well. So Grand Vitara നമുക്ക് ഇപ്പോ എങ്ങനെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പം ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റ് ആണ്. ഓക്കെ. ഇത് വരുമ്പോഴത്തേക്കും നമുക്കിപ്പം ഓൺ റോഡ് 20 lakhs സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ് ടു എത്ര വരെ പോകുന്നുണ്ട് ഇതിന്? 26 വരെ ഓൺ റോഡ് പോകുന്നുണ്ട്, ഇൻക്ലൂഡിങ് വാറണ്ടീസ് കാര്യങ്ങളെല്ലാം അഡീഷണൽ എക്സ്ട്രാസ് എല്ലാം ചേർത്താണ്. ട്രിംസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിപ്പോൾ പുതിയതായിട്ട് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ലോഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ. ഡെൽറ്റ പ്ലസ്, അതുപോലെ തന്നെ സീറ്റ പ്ലസ്, പിന്നെ സീറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ പുതിയ വേരിയന്റ് ആഡ് ആയി. അത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഓപ്ഷണലായിട്ട് നമുക്ക് സൺറൂഫ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ആൽഫ പ്ലസ്, അതുപോലെ തന്നെ ആൽഫ പ്ലസിന്റെ ഓപ്ഷണൽ നമുക്ക് സൺറൂഫ് ആഡ് ചെയ്യാവുന്ന രീതി. അങ്ങനെയാണ് ഇപ്പം വേരിയന്റ് വന്നിരിക്കുന്നത്. ഓക്കെ. അതുപോലെ എങ്ങനെയാണ് നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇന്റർവെല്ലും കോസ്റ്റ് ഒക്കെ എങ്ങനെ വരും? നമ്മുടെ എല്ലാ വാഹനത്തിന്റെയും പോലെ തന്നെ മാരുതിയുടെ എല്ലാ വണ്ടികളിലെയും സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് 1 month 1000 kilometer. പിന്നെ സെക്കൻഡ് സർവീസ് വരുന്നത് നമുക്ക് 6 months അല്ലെങ്കിൽ 5000 kilometer. പിന്നെ 10,000 kilometer തേർഡ് സർവീസ്. ഈ 3 ലേബർ ഫ്രീ ആണ്. ബാക്കി അഡീഷണൽ എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അഡീഷണൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്ലാറ്റ്ഫോം ഏതാണ് നമുക്കിപ്പം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വരുന്നത് ഹെർടെക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ. ഇതിലാണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും വരുന്നത്. സി സെഗ്മെന്റ് എല്ലാം വരുന്നത് ഇതിലെ ഈ പ്ലാറ്റ്ഫോമിൽ. പിന്നെ എങ്ങനെയാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിന്റെ വാറണ്ടിയും കേസുകളൊക്കെ എങ്ങനെ വരുന്നത്? വാറണ്ടി നമുക്ക് ഇപ്പം നിലവിൽ 1,50,000 kilometer ആണ് വാറണ്ടി പീരീഡ് വരുന്നത്. 5 yearലോട്ടാണ്. നമുക്ക് 5 yearൽ ഫുള്ളി കവറേഡ് ആണ്. ബാറ്ററി മാത്രമല്ല, ഇപ്പം ഇതിന്റെ എഞ്ചിൻ ആണെങ്കിലും അതിന്റെ ട്രാൻസ്മിഷൻ ആണെങ്കിലും സ്ട്രോങ് ഹൈബ്രിഡിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വാറണ്ടി പാക്കേജിനകത്ത് കവേർഡ് ആണ്. അപ്പം നമുക്ക് ആ ഒരു കസ്റ്റമറിന് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ ബർഡൻസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫുള്ളി കവേർഡ് ആയിരിക്കും വാറണ്ടിക്കകത്ത്. 5 year വാറണ്ടി നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രീ ആണ് നിലവിൽ. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 5 year നിലവിൽ വാറണ്ടി ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഈ വാറണ്ടി പീരീഡിനകത്ത് നമുക്ക് 6 yearലോട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. 5 year നിലവിൽ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ കസ്റ്റമറിനെ സംബന്ധിച്ചോളം ബാറ്ററി റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റോ അല്ലെങ്കിൽ എഞ്ചിൻ ട്രാൻസ്മിഷൻ സൈഡോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊന്നും വെറിഡ് ആവേണ്ട കാര്യമില്ല. കംപ്ലീറ്റ്ലി അത് പാക്കിനകത്ത് കവേർഡാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കോസ്റ്റിൽ നിന്ന് ഈ വാറണ്ടിയുടെ കോസ്റ്റ് എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട് പറഞ്ഞിട്ട്, അപ്പോൾ അതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണ്. മാരുതിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വാറണ്ടീസ്. ഓക്കെ. അതിന്റെ സേഫ്റ്റി എങ്ങനെയാണ്? സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. ഇപ്പം എയർ ബാഗ് എല്ലാ മോഡലും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. നമുക്ക് ഇപ്പം സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റ് ആണെങ്കിൽ പോലും അതിലോട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് സേഫ്റ്റി റിലേറ്റ് ചെയ്ത് തന്നെയാണ് മാരുതി എല്ലാ വേണമെന്നില്ല. നമുക്ക് സേഫ്റ്റി കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഐസോഫിക് സീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പെഡസ്ട്രിയൻ കംപ്ലയൻസ് ആയിട്ടുള്ള പ്രോട്ടോക്കോളും കാര്യങ്ങളും എല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പാക്ട് ടെസ്റ്റുകൾ നമ്മൾ എല്ലാ സൈഡിൽ നിന്നുള്ള ഇമ്പാക്ട് ടെസ്റ്റുകൾ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചുള്ള എല്ലാം ചെയ്തിട്ടില്ല. സേഫ്റ്റി സൈഡ് ഒന്നും കൺസേൺഡ് ആയില്ല. നിലവിൽ നമുക്ക് ഇതുവരെ ടെസ്റ്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. GN ഗ്യാപ്പ് PN ഗ്യാപ്പ് ഒന്നും ആയിട്ടില്ല. അതിന്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു പുതിയ മോഡൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് ഈ കറന്റ് ജനറേഷൻ വിറ്റാരയായിട്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അതിനായിട്ട് വന്നിരിക്കുന്നത്? മെയിനായിട്ട് പല ഫോറംസിനും കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ ഒരു സൺറൂഫിന്റെ കട്ടിയുറവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അഡ്രസ് ചെയ്തിട്ടുണ്ടോ പുതിയ വണ്ടിക്കകത്ത്? നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ മാരുതി എപ്പോഴും കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എപ്പോഴും എടുക്കുന്നതാണ്. നിലവിൽ ആ ഒരു കൺസേൺ ഇപ്പം നമ്മൾ ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇനി ഇപ്പൊ സൺറൂഫിന്റെ അത് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ കസ്റ്റമേഴ്സിനല്ലാതെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡിൽ സൺറൂഫ് ഇല്ലാത്ത ഒരു മോഡൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പോലത്തെ ഓപ്ഷണൽ വേരിയന്റ് ആഡപ്പ് ആയിട്ടുണ്ട്. പുതിയ ഓപ്ഷണൽ വേരിയന്റ് നമുക്ക് സൺറൂഫ് വേണ്ടവർക്ക് ഓപ്ഷണൽ വേരിയന്റ് ചൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് നോർമൽ വേരിയന്റ് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻസ് ആയി. കസ്റ്റമേഴ്സിന് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും.
പിന്നെ വേറെ എന്തോ വ്യത്യാസം വന്നേക്കുന്നത്? പിന്നെ ഇത് ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പുതിയ വേരിയന്റിലോട്ട് വരുമ്പോഴത്തേക്കിന് പുതിയ അലോയ് വീൽസ് ഡിസൈൻ മാറിയിട്ടുണ്ട്. സൈസ് സെയിം ആണ്. അലോയ് വീൽസിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിയർ കർട്ടൻസ് വരുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ട്. റിയർ കർട്ടൻസ് വരുന്നുണ്ട്. റിയർ പാസഞ്ചേഴ്സിന്റെ ഒരു കംഫർട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് ടിൻറ്റഡ് ഗ്ലാസ് ആണ് വരുന്നത്. അത് കൂടാതാണ് ഇനി ഇപ്പം ഈ ഒരു കർട്ടൻസും കാര്യങ്ങളും വരുന്നത്. പിന്നെ ബോട്ടിൽ ആ ഒരു ബാറ്ററി പാക്കിന്റെ ഒരു കട്ടി ഉണ്ടായിരുന്നല്ലോ, അത് മാറിയോ? എങ്ങനെയാ പുതിയതിനകത്ത് നമുക്ക് ആ ഒരു പോർഷൻ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാര്യമായ സ്പേസോ കാര്യങ്ങളോ ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. മുൻപാണെങ്കിൽ പോലും നമുക്കൊരു വലിയ ബാഗ് കവർ ചെയ്യായിരുന്നു. ട്രാവൽ ബാഗ് 30 kg ഒക്കെ ട്രാവൽ ബാഗ് അതിനകത്ത് കയറുമായിരുന്നു. 3 എണ്ണം വരെ കയറും. നേരെ പോവാം. നമുക്ക് കൂടുതൽ ഏരിയയും കാര്യങ്ങളും ഉണ്ട്. അത് കുറച്ചും കൂടെ ആ ഒരു ബാറ്ററി പാക്കിന് കൺസ്യൂം ചെയ്യുന്ന സ്പേസ് കുറച്ചും കൂടെ താത്തിയിട്ടുണ്ട്. കുറെ കൂടെ ഫ്ലാറ്റർ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് നമുക്ക് ഇപ്പം ഈ മോഡലിൽ, പുതിയ മോഡലിൽ അപ്ഗ്രേഡേഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നേരത്തെ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് അതെ അതിൽ നിന്ന് കൺസേൺ ആഡ് ചെയ്ത് നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇപ്പം ഇത്രയും വലിയ സ്പെയർ വീലാണ് ഇതിന് വരുന്നത്. അപ്ഡേഷനിൽ നമ്മൾ സ്പെയർ വീല് മാറ്റി പഞ്ചർ റിപ്പയർ കിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിന് പഞ്ചർ റിപ്പയർ കിറ്റ് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു സ്പേസ്, നേരത്തെ സ്പെയർ വീൽ ഇരുന്ന സ്പേസ് നമുക്ക് ഇപ്പോൾ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയും കൂടെ അപ്ഡേഷൻ. ഇപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ബാറ്ററി എവിടെയൊക്കെയാണ് അതിന്റെ മെയിൻ കീ റോൾസ്? എവിടെയൊക്കെയാണ് ടോർക്ക് അസിസ്റ്റ്, അതുപോലെ എവിടെയൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് കീ റോൾസ് വരുന്നത് ബാറ്ററിയുടെ? ഈ ടോർക്ക് അസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിനുള്ള, ഇത് സ്ട്രോങ് ഹൈബ്രിഡാണ്. സ്ട്രോങ് ഹൈബ്രിഡിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു പെട്രോൾ വേരിയന്റ് തന്നെ മേജർ ആയിട്ടൊരു മൈലേജ് 27.97 കിലോമീറ്റർ മൈലേജ് വരും. അതെ. അപ്പോൾ അത് നമുക്ക് ഒരു 60% ടൈമും ഇലക്ട്രിക് മോഡിലാണ്. ഇപ്പൊ നമ്മൾ ക്രൂസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ഉണ്ടോ ഇവി എന്ന് നമുക്ക് കാണാം. അതെ, ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി തന്നെ സ്വിച്ച് ചെയ്ത് നമുക്കിപ്പോ ഇലക്ട്രിക് വേരിയന്റിലാണ് ഈ ഗ്രാഫിക്സ് ഒക്കെ കാണാം. നമുക്ക് ഇലക്ട്രിക് വേരിയന്റിലാണ് വാഹനം ഓടുന്നത്. ഇപ്പൊ ബാറ്ററിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു കൺസേൺ സ്പീഡ് എത്തുമ്പോൾ വണ്ടി തന്നെ സ്വിച്ച് ചെയ്യും. ഇപ്പൊ എഞ്ചിൻ സ്വിച്ച് ചെയ്തു, എഞ്ചിനിൽ നിന്ന് ചാർജ് ആവുന്നുണ്ട് സൈമിൾട്ടേനിയസ്ലി. അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ ആ ഒരു സ്വിച്ചിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഗ്രാഫിക്സ് അല്ലാതെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ മാക്സിമം 60% ഇലക്ട്രിക്കലോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ മൈലേജും കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ബാറ്ററിയുടെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് അസിസ്റ്റ്. അതായത് നമുക്ക് നോർമലി ഒരു EV വെഹിക്കിള് കസ്റ്റമറിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് ചാർജ് ചെയ്യാനായിട്ടുള്ള സമയം എടുക്കുന്നു, അല്ലെ ചാർജ് ചെയ്യണമല്ലോ, സ്റ്റേഷൻസിന്റെ അവൈലബിലിറ്റി. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കറണ്ട്, ഇപ്പം മഴക്കാലമാണ്, കറണ്ടിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യും. വാഹനം നമുക്ക് സെൽഫ് ചാർജിങ്, വാഹനം ഫുള്ളി സെൽഫ് ചാർജിങ് ആണ്. വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഡ്രൈവിങ്ങിന്റെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് വണ്ടി തന്നെ അതിന്റെ ചാർജും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എപ്പോഴും വാഹനം EV മോഡിലായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്. ബാറ്ററി കണ്ടീഷൻ ഡിപ്പെൻഡബിൾ ആണ്, എന്നാലും ഓൾമോസ്റ്റ് 60% ടൈമും ഈ ഇലക്ട്രിക് മോഡിലോട്ട് സ്റ്റാർട്ട് ആവും. പിന്നീട് ഡിമാൻഡ് അനുസരിച്ച് സ്വിച്ച് ഓവർ ചെയ്യും. അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ കൺസേൺ ആകണ്ട. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ സമയത്തിനകത്ത് തന്നെ 5 തവണയോളം സ്വിച്ച് ചെയ്യുന്നുണ്ട്. ശരി, നമ്മുടെ അടുത്ത 2 ഘട്ടം, 3 ഘട്ടം ഒക്കെ ആയിരുന്നു, 4 ഘട്ടം വരെ കയറിയത്. അതെ, അപ്പൊ അത് ഇങ്ങനെ ചെയ്യും. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സെൽഫ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഒരു ഇന്റർവെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ബാറ്ററിക്ക് കൂടുതൽ ലൈഫ് കിട്ടും. വെഹിക്കിൾ തന്നെയാണ് അത് മോണിറ്റർ ചെയ്യുന്നതും വെഹിക്കിൾ തന്നെയാണ് അത് ചാർജ് ചെയ്യുന്നത്. മാക്സിമം ഡ്യൂറബിലിറ്റി കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടും. ഒരിക്കലും ലാസ്റ്റ് ബ്ലോക്ക് ചാർജ് തീരത്തില്ല. അതുപോലെ തന്നെ ഫുള്ള് ചാർജ് ആയി അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. അത് ബാറ്ററിയുടെ സേഫ്റ്റി നോക്കിയാണ് വാഹനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഒരു അറിയേണ്ട ആവശ്യം ശരിക്കും ഇല്ലല്ലേ? ഇല്ലില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ബാറ്ററി നമ്മുടെ വാറണ്ടിക്ക് അത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ഒരു ബാറ്ററിയും കൂടെ ഉണ്ട്. സാധാരണ ഇത് ലിഥിയം അയൺ ബാറ്ററിയാണ് നമുക്ക് റിയറിൽ വരുന്നത്. അതാണ് നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്. വണ്ടി സ്റ്റാർട്ടിങ്ങിനും കാര്യത്തിന് സാധാരണ ബാറ്ററി തന്നെ നമ്മുടെ ബോണറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ടിങ് കാര്യത്തിന് യൂസ് ചെയ്യും. അപ്പൊ അത് ആദ്യമേ സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടാണ് ഈ ബാറ്ററി ചാർജ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സേഫ് ആയിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഇത് നിൽക്കുകയും ചെയ്യും. പിന്നെ ഡ്രൈവ് മോഡ്സ് നമുക്ക് 3 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. അതെ, ഇപ്പൊ നമ്മള് ഈക്കോ മോഡിലാണ്. നോർമൽ മോഡായി. പവർ മോഡ്. ചെറിയൊരു ഗ്രാഫിക് ചേഞ്ച് ഉണ്ട്. ഗ്രാഫിക്സിനകത്ത് കളർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് സെൻസിറ്റിവിറ്റി ആണ്. ഡ്രൈവ് ചെയ്യുന്നവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് അതിന്റെ സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ പവർ മോഡിലായപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ
ഒരു പിക്കപ്പും കാര്യങ്ങളും എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ 80 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാണിംഗ് കാര്യങ്ങളുണ്ട്. സിംഗിൾ ബീപ്പ് ബസറിംഗ് ഉണ്ട്. ഓക്കെ, അത് വരുന്നുണ്ട്. ഹെഡ്സപ്പ് ഡിസ്പ്ലേ ആണെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. അതിനകത്ത് വേണ്ട നെസറി ഇൻഫർമേഷൻസ്, സ്പീഡ് ആയാലും ആവറേജ് മൈലേജ് ആയാലും ടൈം ആയാലും ഒക്കെ എല്ലാം ആവറേജായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കണം, വേണ്ട കാര്യങ്ങളെല്ലാം കാണിക്കണം. അതുപോലെ നമുക്കിപ്പം നമ്മുടെ സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളത് മാപ്പ് കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ അതിലോട്ട് ആഡ് ആയി കിട്ടും. നമ്മൾ മാപ്പ് ഇട്ടിരിക്കുന്നതിനകത്ത് ഒരു ടേൺ അടുക്കാറാകുമ്പോഴത്തേക്കും ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആണ് ആരോയും എത്ര മീറ്റർ എന്നുള്ളതും അതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറെ കൂടെ റോഡിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൈസ്. പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. 2 ടൈപ്പ് ചാർജിങ് സോക്കറ്റ്സ് വരുന്നുണ്ടല്ലേ? ഇത് ഒരെണ്ണം നമുക്ക് ചാർജിങ് സോക്കറ്റ് അല്ല, ഒരെണ്ണം നമ്മുടെ USB പോർട്ടാണ്, നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഒരെണ്ണം നമുക്ക് വരുന്നത് 12 വോൾട്ടിന്റെ 120 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം. അങ്ങനെ റിയറിൽ നമുക്ക് ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ അപ്ഡേഷനിനകത്ത് ഇപ്പം നിലവിലുള്ള മോഡലിൽ നമുക്ക് ടൈപ്പ് എയും ടൈപ്പ് സി ആണ്. പുതിയ അപ്ഡേഷനിൽ അത് ഡ്യുവൽ ടൈപ്പ് സി പോർട്ടാക്കി 2 ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് റിയറിൽ. 2 പാസഞ്ചേഴ്സിന് ഫോൺ ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അതെ, ഇപ്പം നമുക്ക് എല്ലാ മോഡലിലും ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് ഓട്ടോ ഏസിങ് സ്റ്റാൻഡേർഡ് ആയി വരികയാണ്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ കൺട്രോൾ വരുന്നുണ്ട്. ഫ്രണ്ട് ഡ്രൈവറും കോ ഡ്രൈവറിന്റെ സീറ്റ്സിന്റെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. 3 വേ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ? 3 ലെവലുണ്ട് അഡ്ജസ്റ്റ്മെന്റ്. മെയിൻ ആയിട്ട് ഇപ്പം എത്ര AC കൂളിംഗ് ഉള്ള വാഹനമാണെങ്കിൽ പോലും നമുക്ക് പുറകെ എപ്പോഴും വേർക്കുന്ന ഇഷ്യൂ ഉണ്ട്. ഇത് അത് പ്രിവെന്റ് ചെയ്യും. നമുക്ക് ലോങ് ജേർണീസിൽ റിയർ ഒരിക്കലും വേർക്കത്തില്ല. അങ്ങനെ ഒരു ഗുണവും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്റീരിയറിലെല്ലാം സോഫ്റ്റ് ടച്ച് ലെതറാണ്, ഫുൾ ബ്ലാക്ക് ഇന്റീരിയറിലാണ്. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ഒരു ഇത് പാനലിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ചെറിയ ബ്രോൺസ് ടച്ച് വരുന്നുണ്ട്. അതെ, ബ്രോൺസ് ടച്ച് വരുന്നുണ്ട്. അത് നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡിന് മാത്രം വരുന്നൊരു ഇതാണ്. അങ്ങനെ കുറെ അപ്ഡേഷൻസ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇന്റീരിയറിലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് കൂടുതലായിട്ട് ഈ ഫ്രണ്ടിലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഡ്രൈവർ സീറ്റ് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. അതിൽ തന്നെ നമുക്ക് ലെതേർഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് വരുന്നത്. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളുണ്ട്. വണ്ടി നമുക്ക് ഏതാ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് നെക്സാ ബ്ലൂ ആണ്. വൈറ്റ് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്. റെഡിന്റെ ഡ്യുവൽ ടോൺ അവൈലബിൾ ആണ്. ബ്രൗൺ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ ഒന്ന് കറക്കി എടുക്കാം. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് വേണമെങ്കിൽ കറക്കി എടുത്തോളാം. അപ്പം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സ് നമുക്ക് ഓപ്ഷൻസ് ഗ്രേ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. നമുക്ക് അവൈലബിലിറ്റി ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ പോകുന്ന ഒരു സിൽവറാണ്. നല്ല റോഡ് പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട്. ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണല്ലോ. പിന്നെ ഇത്രയും 1 lakh യൂണിറ്റ് ആദ്യത്തെ 12 മന്ത്സിനകത്തും ആദ്യത്തെ 23 മന്ത്സിനകത്ത് 2 lakh യൂണിറ്റ് സെയിൽ ചെയ്ത് വെക്കണം. അത്ര സെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും കസ്റ്റമർ അഷ്യൂർഡ് ആണ്. കസ്റ്റമറിന് അത്രയും നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളും ഉണ്ട് വാഹനം. മൈലേജ് ആണെങ്കിൽ പോലും പല കസ്റ്റമേഴ്സിനും ഈ 27.97 മുകളിലാണ് കിട്ടുന്നത്. ഓട്ടോ കാർസ് ഇന്ത്യയുടെ ജേണൽ റിപ്പോർട്ട് തന്നെ അതിന് മുകളിലാണ് പറയുന്നത്. അങ്ങനെ ഒരു നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കറക്കി എടുക്കാം. തിരിച്ചു പോകാം. തിരിച്ചു. അപ്പം റിയറിലെ ഒരു കസ്റ്റമർ സേഫ്റ്റി കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും റിയറിലെ സീറ്റിലാണെങ്കിലും നമുക്ക് 2 റിക്ലൈൻ ആംഗിളും കാര്യങ്ങളും ഉണ്ട്. റിക്ലൈൻ ചെയ്യാം. പുറകിലെ റിക്ലൈൻ ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. ടേണിംഗ് ആണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റി. ടേണിംഗ് റേഡിയസ് കൂടുതലൊന്നുമല്ല. 5.4 ആണ്. 5.4 മീറ്റർ ആണ് വരുന്നത്. ഓൾറെഡി നമ്മുടെ 4.3 മുകളിലുള്ള വെഹിക്കിളാണ്. 5.4 എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് റേഡിയസ് ആണ്. പിന്നെ ഈ ഗ്ലാസുകളെല്ലാം തന്നെ ടിൻറ്റഡ് ഗ്ലാസ്സാണ്. അപ്പോൾ ഹീറ്റ് റിജക്ഷനും കാര്യങ്ങളും കൂടുതലുണ്ട്. ഈ വിൻഷീൽഡും സൈഡ് ഗ്ലാസ് എല്ലാം ടിൻറ്റഡ് ആണ്. അതെ. ഈ ഗ്ലാസ് സൈഡ് ഗ്ലാസ് എല്ലാം നമുക്ക് ടിൻറ്റഡ് ഗ്ലാസ് വരുന്നത്. ഹീറ്റ് റിജക്ഷൻ ഉണ്ട്. പിന്നെ ഇത് RVM വരുന്നത് നമുക്ക് IRVM വരുന്നത് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആണ്. അപ്പോൾ നൈറ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചും കൂടെ കണ്ണിനൊക്കെ ഒരു കംഫർട്ട് കാര്യങ്ങളുണ്ട്. പുറത്ത് നിന്നുള്ള ലൈറ്റ് ഹൈ ബീമിന്റെ ഒക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ലോ ബീം ചെയ്യുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്.
ആംബിയന്റ് ലൈറ്റിങ്ങിന്റെ കൺട്രോളും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കളറും ബ്രൈറ്റ്നസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ ഈ ഒരു പോർഷനകത്ത് ആംബിയന്റ് ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡോർ പൗച്ചിലും കാര്യങ്ങളും. കളർ ചേഞ്ച് ഇല്ല അല്ലേ? കളർ ചേഞ്ച് ഇല്ല. വിറ്റാരയ്ക്കകത്ത് കളർ ചേഞ്ച് ഉണ്ടോ ഇതിനകത്ത്? ഈ വിറ്റാരയ്ക്കകത്ത് നമുക്ക് കളർ ചേഞ്ച് ഉണ്ട്. ഇതിൽ നമുക്ക് നിലവിൽ സിംഗിൾ ഏത് കളറായിരുന്നു? ബ്ലൂ ആണോ? അല്ല, ഇതിനകത്ത് വൈറ്റാ വരുന്നത്. വൈറ്റ് അല്ലേ? ആംബർ വൈറ്റ് പോലത്തെ ഒരു ഫിൽറ്ററാണ്. അത് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. പിന്നെ സിസ്റ്റത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കിന് നമുക്ക് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന സീരീസാണ് വരുന്നത്. അത് നമുക്ക് ആർക്കിമിസിന്റെ ട്യൂണിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ആർക്കിമിസിന്റെ ട്യൂണിംഗ് എന്ന് പറയുന്നത് നമുക്ക് DTS അല്ലെ ഡോൾബി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ട്യൂണിംഗ് കമ്പനിയാണ്. സൗണ്ട് ട്യൂണിംഗ് ആണ് അവരുടെ മെയിൻ ഫോക്കസിൽ. സൗണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിളാണ്. സ്പീക്കർ ഒക്കെ ഏത് ബ്രാൻഡ് വരുന്നത്? ക്ലാരിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് സ്പീക്കേഴ്സ് വരുന്നത്. അപ്പം നല്ല ഡോർ സ്പീക്കറും സബും ഉണ്ടോ? നമുക്ക് 4 സ്പീക്കർ വിത്ത് 2 ട്യൂട്ടറാണ് വരുന്നത്. അത് സൗണ്ട് എൻഹാൻസ്മെന്റ് ചെയ്തിരിക്കുക, ഇവർ ട്യൂൺ ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് കുറെ കൂടെ ഒരു സൗണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ട്യൂണും കാര്യങ്ങളും എല്ലാം കേൾക്കാനായിട്ട് നല്ല ഇതിലുള്ള. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം നോർമൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്തായിരുന്നു ഇടയ്ക്ക്. സ്വിച്ച് ചെയ്തായിരുന്നു. പിന്നെ ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് 7-inch TFT ഡിസ്പ്ലേ ആണ് ഈ സെൻട്രൽ ഡ്രൈവർക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ TFT ഡിസ്പ്ലേയുടെ കൺട്രോൾ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ട് തന്നെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള കൺട്രോൾസ് അതിന്റെ കൺട്രോളുകളാണ്. അതെ. അതിന്റെ താഴെ വരുന്ന പ്ലസ് മൈനസും മ്യൂട്ട് ഫംഗ്ഷൻ വരുന്നത് നമ്മുടെ സ്റ്റീരിയോയുടെയാണ്. റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ട്. നമുക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺസ് ആണ് റൈറ്റ് സൈഡ് വരുന്നത്. പിന്നെ അതിൻ്റെയും താഴെ നമുക്ക് ഈ പറയുന്ന പോലെ മ്യൂസിക്കിന്റെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. മോഡ് ചേഞ്ച്, അതുപോലെ തന്നെ പ്ലേ ബാക്ക് കാര്യങ്ങളെല്ലാം അതിൽ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ കോള് അസിസ്റ്റ് കാര്യങ്ങൾ, വോയിസ് അസിസ്റ്റന്റിന്റെ ഒക്കെ കൺട്രോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് വരുന്നുണ്ട്. അതന്നെ ഈ ബി എന്ന് പറയുന്നത് എന്താണ് ബ്രോ? ഈ ഒരു ഗിയറിനകത്ത് കാണിക്കുന്നത് നമുക്ക് ഇപ്പം നോർമലി നമ്മൾ കോട്ടയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറ്റം ഇറക്കവും എപ്പോഴും വരുന്നൊരു കേസാണ്. അപ്പൊ അതില് നമുക്കിപ്പോ ബി മോഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എഞ്ചിൻ ബ്രേക്ക് ചെയ്ത് ഇറങ്ങേണ്ട ഒരു പോർഷൻ. മാനുവൽ മോഡൊക്കെയാണ്, മാനുവൽ ഗിയർ ബോക്സ് ഒക്കെയാണ് നമുക്ക് മാനുവലിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഓപ്റ്റ് ചെയ്ത് നമുക്കത് ചൂസ് ചെയ്ത് അത് ഹോൾഡ് ചെയ്ത് എഞ്ചിൻ ബ്രേക്ക് ചെയ്ത് നമുക്ക് താഴോട്ട് ഇറക്കാൻ പറ്റും. അപ്പം അത് തന്നെ ഓട്ടോമാറ്റിക്കിന്റെ ടോർക്ക് കൺവേർട്ടർ ഉള്ള മോഡലാണെങ്കിൽ നമുക്ക് മാനുവൽ മോഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനുള്ളത്. മാനുവൽ മോഡിലോട്ട് ഇട്ടിട്ട് ഗിയർ ചൂസ് ചെയ്ത് ഇറങ്ങാം. ECVT വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ഗിയർ ഓപ്ഷൻസ് ആയിട്ട് വരുന്നില്ല. ഇത് ട്രാൻസ്മിഷൻ വരുന്നത് ECVT ആണ്. അപ്പം ഇതിൽ നമുക്ക് ആ ഒരു ആവശ്യം, അതായത് ആ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് കുറെ കൂടെ എഞ്ചിൻ ബ്രേക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടും നമുക്ക് ഉള്ള മോഡാണ് ബി മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വിച്ച് ചെയ്ത് ബി മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ ഹോൾഡായി സ്റ്റാർട്ടിങ്ങിൽ വരും. അപ്പോൾ എപ്പോഴും എഞ്ചിൻ്റെ ഒരു പിടുത്തം കാണും ഒരിറക്കം ഇറങ്ങുന്ന സമയത്ത്, എഞ്ചിൻ ബ്രേക്കിംഗ് പോലെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റീജനറേഷനും മാക്സിമം ആയിരിക്കും. അപ്പം ബ്രേക്കിൽ കൂടുതൽ ആവശ്യം വരാതെ തന്നെ നമുക്ക് എഞ്ചിനിൽ നിന്ന് മാക്സിമം ബ്രേക്കിംഗ് സപ്പോർട്ട് കിട്ടും. അതുപോലെ ബാറ്ററി ചാർജ് ആയിക്കോളാം റീജൻ യൂസ് ചെയ്ത്. അതെ, റീജൻ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ആവും. അപ്പം 2 രീതിയിൽ ലൈഫ് കൂടും. എയർ ലൈഫ്, ബ്രേക്കിങ്ങിന്റെ ലൈഫ് കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ കിട്ടും. ബ്രേക്ക് പാഡിന്റെ ലൈഫ് ഓഫ് കോഴ്സ് കൂടുതലായിരിക്കും ബ്രേക്ക് ഓടിക്കേണ്ടത്. സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഗ്രാമിറ്റാരയെല്ലാം നമുക്ക് ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു വേരിയന്റും കൂടെ ഉണ്ട്. ഓഫ് റോഡ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ സെയിം സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളും നല്ലപോലെ ഉണ്ട്. അതിനെങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഈ ഇപ്പൊ പറഞ്ഞ ഒരു 4 വീൽ ഡ്രൈവ്? ഇപ്പം 4 വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലോട്ടാണ്, ഓട്ടോമാറ്റിക് വേരിയന്റിലോട്ടാണ് വരുന്നത്. അത് നമുക്ക് 20 lakhs അറൌണ്ട് ഫിഗറിൽ വരും. അത് ഹൈബ്രിഡ് അല്ല, പ്യുവർ. അത് സ്മാർട്ട് ഹൈബ്രിഡാണ് വരുന്നത്. അപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനില്ല. മുൻപ് ഈ അപ്ഡേഷന് മുൻപ് വരെ നമുക്കത് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു അവൈലബിൾ. അതിപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലോട്ടായി. അല്ലെങ്കിൽ ഗിയർ ബോക്സ് സെയിം ആണോ? അല്ല, CVT അല്ല, അത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിലാണ് വരുന്നത്, ഓൾ വീൽ ഡ്രൈവ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോഴത്തേക്കിനും ഓൾ വീൽ ഡ്രൈവിൽ ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാരുതി അതിലോട്ട് ചേഞ്ച് ആയത്. പിന്നെ ആ മോഡലിൽ തന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അപ്ഡേഷനിലായിട്ട് വന്നു ഓട്ടോമാറ്റിക് മോഡലുകൾക്ക്. സ്ട്രോങ് ഹൈബ്രിഡ് അല്ല, സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഓട്ടോമാറ്റിക് മോഡലുകൾക്ക് നമുക്ക് ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പുതിയ മോഡലിനും മാനുവൽ ബ്രേക്ക് ചെയ്യാനാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിന് മാത്രമാണ് ആ ഒരു ചേഞ്ച് വന്നത്.
ഹൈബ്രിഡ് ആണ് തന്നെ ഭയങ്കര സൈലന്റ് ആണ്. ക്യാബിനകത്ത് ഒരു നോയ്സും കേൾക്കാനില്ല. ഭയങ്കര കുറെ കൂടെ സ്മൂത്ത് ആയിരിക്കും. ഹൈബ്രിഡ് ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇലക്ട്രിക് മോഡലാകുമ്പോഴത്തേക്കും സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കൈൻഡ് ഓഫ് പ്യൂർ റിവ്യൂ ഒരു 50 താഴെ പോകുന്നുണ്ടെങ്കിൽ ഒരു പ്യൂർ റിവ്യൂ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ശരിക്കും ഹൈബ്രിഡ് ഓടിക്കുമ്പോൾ. അതെ അതെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് ഒന്നുമില്ല. നമ്മുടെ ആക്സലറേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇലക്ട്രിക് ആണോ അല്ലയോ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് ഇല്ല. 100+ ഇലക്ട്രിക് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും EV മോഡ് കൊടുത്തത്. EV മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ബാറ്ററി തന്നെ. EV മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലോട് നമ്മുടെ ചൂസിനനുസരിച്ച് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് EV മോഡ് അല്ലാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ പറയുന്ന മോഡിലോട്ട് വാഹനം തന്നെ സ്വിച്ച് ചെയ്തോളൂ. നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ അങ്ങനെയാണെന്നനുസരിച്ചാണ് വണ്ടി തന്നെ സ്വിച്ച് ചെയ്തോളൂ. വണ്ടി തന്നെ സ്വിച്ച് ചെയ്തു. നമുക്ക് എക്സ്ഷോറൂം 16.99 lakhs എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറെ കൂടെ അഫോർഡബിൾ, നമുക്ക് ഇവിടെ ലെഫ്റ്റ് എടുക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലോട്ട് പ്രൈസിങ്ങും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് സീറ്റ പ്ലസ് എന്ന് പറയുന്ന മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മാറി ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോഡൽ 16.9. അപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചും കൂടെ അഫോർഡബിൾ, കുറെ കൂടെ ആൾക്കാരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ സായി സർവീസ് ഷോറൂം കറക്റ്റ് എവിടെ വരുന്നത്? നമ്മുടെ ഷോറൂം വരുന്നത് കോട്ടയം തെള്ളകത്താണ്. തെള്ളകത്ത് നമ്മുടെ ഡെക്കാത്രോണിന് സമീപമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഷോറൂമിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷോറൂം, അതുപോലെ തന്നെ സർവീസ് സെന്റർ, നെക്സൈഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ, ബോഡി ഷോപ്പും അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് യാർഡ്. കസ്റ്റമർ ഒറ്റ ഒരു സ്പോട്ടിൽ വരുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമറിന് സെയിൽസ് മാത്രമല്ല, പൊതുവെ എല്ലായിടത്തും സെയിൽസ് അല്ലെ സർവീസ്, ഇത് രണ്ടും മാത്രമേ കാണത്തുള്ളൂ. അവിടെ നമുക്ക് കസ്റ്റമറിന് വേണമെങ്കിൽ യാർഡിൽ വന്ന് വാഹനം കാണാൻ പറ്റും. വാഹനം കണ്ട് അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം. അതും പേയ്ഡ് ആയിട്ടുള്ള യാർഡാണ്. വണ്ടികൾ എല്ലാം നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നു. അങ്ങനെ കസ്റ്റമേഴ്സിന് വന്ന് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻസ് പലയിടത്തും അവൈലബിൾ അല്ല. പിന്നെ ഏറ്റവും വലിയൊരു ഷോറൂമാണ്. ഇതെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒറ്റ പോയിന്റിലുള്ള ഒരു വലിയ ഷോറൂം തന്നെയാണ് നമ്മുടെ വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ഇതുപോലെ നമുക്ക് കോട്ടയം തള്ളകത്താണ് സായി സർവീസ് നെക്സ ഷോറൂം വരുന്നത്. നമുക്ക് ആ ബോർഡിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുക്കാം. ബോർഡ് സിപ്പി ആയിട്ടുള്ള വഴിയാണ്. വളവുകളൊക്കെ ഇങ്ങനെ വന്ന് റൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇച്ചിരി കൂടെ കാണാനൊരു ഭംഗിയുള്ള റൂട്ടും കൂടെ. നമ്മുടെ നാട്ടിലെ റോഡിന് എന്തുമാത്രം എളുപ്പത്തിൽ വണ്ടി മെനുവർ ചെയ്ത് പോകാൻ പറ്റുമെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് എടുക്കാമെന്ന് പറഞ്ഞത്. ബ്രേക്സ് വരുമ്പോഴത്തേക്കിന് എല്ലാ ബ്രേക്സും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. 4 ഡിസ്ക് ബ്രേക്ക് അല്ലേ? 4 ഡിസ്ക് ബ്രേക്ക് വരാം. അപ്പം പെട്ടെന്നുള്ള സഡൻ ബ്രേക്കിങ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ESPയും വരുന്നുണ്ട്, ABSും ESPയും വരുന്നുണ്ട്. 17 ഇഞ്ച് വീൽസ് അല്ലേ വരുന്നത്? അതെ, 17 ഇഞ്ച് വീൽസ് വരാം. അപ്പം ബ്രേക്കിങ്ങും കാര്യം നല്ലപോലെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ESP നമുക്ക് ഓഫ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ചായി ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ചില സമയത്ത് മഡിലൊക്കെ സ്ട്രക്ക് ആകുകയാണെങ്കിൽ ESP ഓഫ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ലൈഡ് ചെയ്ത് കയറി വരാനായിട്ടൊക്കെ അത് സഹായിക്കും.
റൈറ്റ് അല്ലേ ഉണ്ട്? റൈറ്റ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. 360 ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വ്യൂ പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിന് താഴെയായിട്ടാണ് വ്യൂ വരും. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ പ്രസ് ചെയ്തപ്പോൾ നമ്മൾ 10 കിലോമീറ്റർ മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് മാത്രമായിരിക്കും കാണിക്കുന്നത്. കാരണം അത് ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഡ്രൈവ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സ്പീഡ് കുറയ്ക്കുന്നതനുസരിച്ച് ആക്ടിവേറ്റ് ആവും. സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ഫുള്ളി കട്ട് ഡൗൺ ആവും. ഓക്കെ. അവിടെ നിന്ന് അങ്ങനെ കയറാനോ? അല്ല, അവിടെ തന്നെ ചെല്ലുന്നത്. ഇത് പഴയ ഓൾഡ് MC റോഡാ. താഴെയാണ് നമ്മുടെ മെയിൻ ഷോറൂമിന്റെ എൻട്രൻസ് വരുന്നത്. മെയിൻ MC റോഡിലാണ് വരുന്നത്. ഡെക്കാത്ലോണിന്റെ സമയമായിട്ട്. സോ വൈ ഷുഡ് ബി കൺസിഡർ ദിസ് കാർ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്തായിരിക്കും പറയാനുള്ളത് ഈ സെഗ്മെന്റിലുള്ള മറ്റു വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇപ്പം നേരത്തെ ഡീസൽ വാഹനം ഉപയോഗിച്ചിരുന്നവര്, അതുപോലെ തന്നെ ഇനി ഇലക്ട്രിക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവര്, റെഗുലർ ആയിട്ട് ഒരു 50 കിലോമീറ്ററിന് മുകളിൽ ഡ്രൈവിംഗ് ഉള്ളവര്, അവരെ സംബന്ധിച്ചോളം കൂടുതൽ മൈലേജ് കിട്ടുക എന്നുള്ളതാണ്. കാരണം അതിന് വേണ്ടിയിട്ട് അവർ കൂടുതലും ഡീസൽ ചൂസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ആ ഒരു പിക്കപ്പ്, ഡീസൽ വാഹനത്തിന് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പിക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പൊ ഇലക്ട്രിക്കലോട് മാറുമ്പോഴും ഇവര് മീറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഈ ഫ്യൂൽ എഫിഷ്യൻസി, മൈലേജ് കൺസേൺ അല്ലാതെ ഓടിക്കാം, അതുപോലെ തന്നെ പിക്കപ്പും കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ആ രണ്ട് ആവശ്യങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്, കൂടുതൽ പ്രാക്ടിക്കബിൾ ആണ്. കാരണം നമുക്ക് ഇലക്ട്രിക് മോഡിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നുണ്ട് 60% ടൈം, അതുകൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു ഡീസൽ വാഹനത്തിനൊക്കെ കൂടുതൽ, ഈ ഒരു സെഗ്മെന്റിലുള്ള ഡീസൽ വാഹനത്തിനൊക്കെ കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. 27.69 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അത് പോരാത്തതിന് നമുക്ക് റീസെയിൽ വാല്യൂ, ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് പ്രൊഡിക്റ്റബിൾ അല്ല. നേരെ എക്സ്ഷോറൂമിന്റെ 50%-ൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പിക്കപ്പ് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നവരും മൈലേജ് കാര്യങ്ങൾ. പിന്നെ ഒരു ഇലക്ട്രിക് വാഹനമാണെങ്കിൽ നമ്മൾ പ്ലഗ് ചെയ്ത് നമ്മൾ 1 hour വരെ, ഇപ്പം എങ്ങനെ അടിച്ചാലും 1 hour വരെയാണ് ഇപ്പോഴും പറയുന്നത്. ഈ വാഹനത്തിനെ സംബന്ധിച്ചോളം ജസ്റ്റ് ഫ്യൂൽ ചെയ്യുക, നമ്മൾ ഡ്രൈവ് ചെയ്യുക, അത്ര മൈലേജ് ഉള്ളതുകൊണ്ട് സെൽഫ് ചാർജിങ്ങുമാണ്, വാഹനം ചാർജ് ആയിക്കോളും. നമുക്ക് റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ കൺസേണില്ല, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സോർട്ട് ഔട്ടായിട്ട് കിട്ടും. പക്ഷേ എപ്പോഴും കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് 50 കിലോമീറ്റർ ഒരു ഡ്രൈവ് ഉള്ളവർക്കാണ് ഈ മുടക്കുന്ന അഡീഷണൽ എമൗണ്ട് നമുക്ക് 2 lakhs ഒക്കെ പെട്ടെന്ന് തന്നെ റിട്ടേൺ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പം താങ്ക് യു ജോയൽ ബ്രോ ആൻഡ് സൈ സർവീസ് ഫോർ കാർ റിവ്യൂ തന്നതിനും POV ചെയ്യാൻ തന്നതിനും താങ്ക്സ്. തീർച്ചയായിട്ടും. ഓക്കെ.